എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ശനിയാഴ്ച പോൾമോൻ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം വ്യൂസ് കാണുമ്പോൾ അറിയാമല്ലോ, അവൻ്റെ വീഡിയോ സാധാരണ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇത്തിരി ആരെല്ലാം നോട്ടിഫിക്കേഷൻ ചെന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. പിന്നെന്താ, പിന്നെ ന്യൂസിലെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, 2 പേര് ഐസക് കൊട്ടാരക്കര മരിച്ചു. പുള്ളിയുടെ അവയവദാനങ്ങൾ നമുക്കിപ്പോൾ പറയുമ്പം തന്നെ, ആ വീഡിയോ കാണുമ്പം തന്നെ നമുക്ക് സങ്കടവും വിഷമവും വരും. ആ മനുഷ്യൻ്റെ ഹൃദയം, പുള്ളിക്കാരൻ്റെ ഹൃദയം ഉള്ള അവയവങ്ങൾ പലർക്കും കൊടുക്കണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരുടെ കുടുംബക്കാരത് ഏറ്റെടുത്ത് പലർക്കും അത് കൊടുത്ത്. അതുപോലെ 18 വയസ്സുള്ള ഒരു മോൻ്റെ അതിൻ്റെ ഹൃദയം കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ കരുവോണം, ഞങ്ങളുടെ അടുത്ത് കരുവോണം എന്ന സ്ഥലത്തുള്ളൊരു കുഞ്ഞിനാണ്, 13കാരി. അപ്പോൾ ആ വീഡിയോകളൊക്കെ കാണുമ്പോഴേ ആംബുലൻസുകാരാണേലും പാർട്ടിക്കാരാണേലും ഡോക്ടേഴ്സ് ആണേലും അവരുടെ ജോലി അവരെത്രമാത്രം റെസ്പോൺസിബിലിറ്റിയിലാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമുക്കങ്ങ് ഹൃദയം കൊണ്ട് നമ്മൾ അറിയാതെ വിഷമം വന്നു പോകും. ആ ഒരു സീനൊക്കെ കാണുമ്പോൾ ആൾക്കാരുടെ ഓട്ടവും എത്രയും പെട്ടെന്ന് അത് ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഡോക്ടർമാരാണേലും. അപ്പോൾ ഈ 2 വ്യക്തികളുടെയും അവർ മരിച്ചുവെങ്കിലും അവർ ലോകത്ത് ജീവിക്കുന്നുണ്ട് മറ്റൊരാളുടെ ശരീരത്തിൽ. അങ്ങനെ അവർക്ക് ആശ്വസിക്കുക. ഐസക്കിൻ്റേതാണെങ്കിൽ ഒത്തിരി ഭയങ്കര വിഷമം, 2 പേരുടെയും വിഷമമാണ്. നമുക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, ഭാര്യ. അവരുടെ അതൊക്കെ കേൾക്കുമ്പം തന്നെ നമുക്കൊരു ഇതാണ്. നമ്മൾ മുഖേന മറ്റുള്ളവർ ജീവിക്കാൻ അവരൊരു അവസരം ഒരുക്കി കൊടുത്തു. 2 പേരുടെയും ഫാമിലിയുടെ ദുഃഖം അവർക്ക് ദൈവം സമാധാനം കൊടുക്കട്ടെ. അല്ല എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് വിഷമമുണ്ടെങ്കിലും അവരാശ്വസിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയം മറ്റൊരാളിൽ ഇപ്പോഴും തുടിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത്. എല്ലാവരും ന്യൂസ് കാണുന്ന ഇതൊക്കെ കാണുമ്പം നമുക്കൊക്കെ ഒരു വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. ഓക്കെ, ഞാൻ ഇനി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ഇഡലിയും ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ടെൻഷനില്ല. എന്നും എന്താ ഉണ്ടാക്കുന്നത്, ടിഫിൻ നമ്മൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാലായി. കഴിച്ചില്ലേ, ഇവർ വീട്ടിലിരിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് പെട്ടെന്ന് അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ നോക്കാം. ഇപ്പം ഈ ടിഫിനും കൊണ്ട് പോകുന്ന പരിപാടി ഭയങ്കര ഒരു ടാസ്ക്കായിട്ടിരിക്കും എനിക്കെന്നല്ല, മിക്ക ആൾക്കാർ, ജെനിഫറും പറയുന്നു, മിന്നുവും പറയുന്നു, എല്ലാവരും പറയും ചേച്ചി എന്നും എന്തോ ഉണ്ടാക്കുന്നത്, ചേച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണേന്ന്. അപ്പം ഞാൻ എല്ലായിടത്തും പറയുന്നത്, ചില റെസിപ്പികളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷേ അതിപ്പം ഒരുത്തന് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. അതിപ്പം ഞാൻ റെസിപ്പികൾ കാണുന്നത് ഈ ഇൻസ്റ്റയിൽ. എനിക്കിപ്പം ഈ ജിൽസി പറഞ്ഞാൽ പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യത്തേ ഇല്ലായിരുന്നു. ജിൽസി അതുപോലെ എനിക്ക് കുറേ വീഡിയോകൾ എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് മസാല ഇഡലി തന്നെ, പക്ഷേ മസാല ഇഡലിയുടെ ഷേപ്പിൽ ഒരു വ്യത്യാസം വരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വലിയ ഇഡലി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവന് കുടിക്കാനുള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ ഒന്ന് തിളച്ചു. ഇഡലി ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇനി അപ്പുറത്ത് ദോശയും കൂടെ ഉണ്ടാക്കട്ടെ. ചായ ഞാൻ അങ്ങേയറ്റത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് ഇനി ഒന്ന് ഇച്ചിരി തീ കുറച്ചിട്ട് കുറേയും കൂടെ ഇച്ചിരി നേരം കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. തീ ഒന്ന് സ്ലോയിലിട്ടേക്കാം. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ അമ്മ ഇങ്ങനെ ദോശയൊക്കെ തന്നു വിടുവാണെങ്കിൽ നമുക്കന്ന് വട്ടപ്പാത്രമാണല്ലോ, വട്ടപ്പാത്രം, ചോറ്റുപാത്രം, അങ്ങനെയൊക്കെയുള്ള വട്ടപാത്രങ്ങളാണല്ലോ. പിന്നെ ഇലയിലും നമുക്ക് പൊതി തന്നുവിടും ചോറ്. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരുടെ കൂട്ട് ഇങ്ങനെയുള്ള സ്റ്റൈലിലുള്ള പാത്രങ്ങളൊന്നും അല്ലല്ലോ. അന്ന് നമ്മുടെ ചോറ്റുപാത്രം വട്ടപാത്രം തന്നെ.
അപ്പോൾ അമ്മ നമുക്ക് സെപ്പറേറ്റ് ഒരു ബൗളിലൊന്നും ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് കണ്ടെയ്നർ തന്നു വിടത്തില്ല കറി. അപ്പോൾ വട്ടപാത്രത്തിലാണെങ്കിൽ ദോശ ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചമ്മന്തി ഇങ്ങനെ ഒഴിക്കും, വീണ്ടും ദോശ വെക്കും. അപ്പോൾ അത് ഉച്ചയാകുമ്പോഴത്തേക്കിനൊക്കെ അതങ്ങ് നന്നായിട്ടങ്ങ് സോഫ്റ്റായി നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇപ്പോഴല്ലേ ഇങ്ങനെ പിള്ളേർക്ക് സെപ്പറേറ്റ് വേണം അങ്ങനെയൊക്കെയുള്ള പരിപാടി. അമ്മക്കന്ന് ഈ പരിപാടിയായിരുന്നു. ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ, അതോ നിങ്ങൾക്കും സെപ്പറേറ്റ് തരുമായിരുന്നോ അന്നേയും? സ്കിപ്പ് ചെയ്യാതെ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നതിന് മറുപടി ഇട്ടേക്കണേ. അപ്പം നമ്മുടെ ഇഡലിയൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ ആ ഇഡലി ഒന്ന് തണുത്തതിന് ശേഷമേ ഒരു ഇഡലിയെ 4 പീസ്, ചിലപ്പം പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇത്തിരി ചെറുതോ വലുതോ ആണെങ്കിൽ അതനുസരിച്ച് 2 3 ഒക്കെ ആക്കി പീസാക്കിയിട്ട് നമ്മൾ സാധാരണ മസാല ഇഡലി ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ലാസ്റ്റിലൊന്ന് ഇളക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് ഇതിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോളുണ്ടല്ലോ, ഞാനീ ചെയ്യുന്നതൊന്നും ഇവനറിയത്തില്ലായിരുന്നു. പോള് എൻ്റെ അടുത്ത് ചോദിച്ചു, മമ്മി എന്നും ചെയ്യുന്നത് പോലല്ലേ ഇന്ന് മസാല ഇഡലി ഉണ്ടാക്കിയേ? ഞാൻ പറഞ്ഞല്ല, എന്താടാ ഇതെന്തോ പ്രത്യേക ഒരു രുചി അതിൽ വന്ന് സെപ്പറേറ്റ് ഒരു ഇച്ചിരി ഒരു മധുരം പോലെ. ഞാൻ പറഞ്ഞ ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ച്. അതായിരുന്നു ഭയങ്കര സാധനം അവൻ. ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് ഇഷ്ടമായില്ലേ? ഇല്ലില്ല, എനിക്കിതാ ഇഷ്ടമായെന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ ചേർക്കുന്നതല്ല ഇഷ്ടം. പിന്നെ ഞാൻ രാവിലത്തെയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇച്ചിരി കോവയ്ക്കയും ക്യാരറ്റും ഒരു ഉരുളൻകിഴങ്ങും എല്ലാം കൂടി ഇട്ടൊരു മെഴുക്ക് പുരട്ടി വെച്ച്. അപ്പം മിക്സ് മെഴുക്ക് പുരട്ടിയേ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് മിക്സ് വെജിറ്റബിൾ മെഴുക്ക് പുരട്ടി. പ്രൈസമ്മ വന്നപ്പം ഉച്ചയ്ക്ക് അവന് ഇത് കൂട്ടിക്കൊടുത്ത്. ഇതൊക്കെ കഴിഞ്ഞ് സാവകാശമാണ് ഞാൻ ഇന്ന് പിന്നെ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പെരുംജീരകം, 1 ടീസ്പൂൺ കടുക്. ഇതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ കടുകും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇത് 2 കറിവേപ്പില, ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും വലിയ 2 കഷ്ണം, വലിയ നല്ല ഒരു മീഡിയം സൈസിലെ ഞാൻ കാണിക്കാമേ. ഇതിനേക്കായി ഇത് 2 ഇഞ്ചി ചതച്ചതുപോലെ. ഇതിലേക്ക് 1 കിലോ സവാളയും 3 പച്ചമുളക് കീറിയത്. നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി അരിയുമ്പോൾ നല്ല ഫ്രൈസായിട്ട് അരിയണേ. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാൽ കുറേ കൂടെ നല്ലതാണ്. ഞാനിവിടെ ഒരു 3 ടൊമാറ്റോ ഇങ്ങനെ അരിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് അടച്ചു കൊടുക്കാം ഇച്ചിരി നേരം. എന്നിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ആ ടൊമാറ്റോ ഒന്ന് ഇത്തിരി തീ കൂട്ടിയും കുറച്ചും ഇരിക്കണേ. ആ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് ഈ മല്ലിപ്പൊടി ഇച്ചിരി ഒന്ന് നമുക്കത് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി പൊടികൾ നമുക്ക് ചേർക്കണേ. ഇതിപ്പം 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ അകത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് തൈരും ചേർത്ത് ഉപ്പും ചേർത്ത് ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂറൊന്ന് വെച്ചിട്ടുണ്ടേ. ഇതിലേക്ക് ഇനി ഞാനൊരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, നന്നായി മിക്സ് ചെയ്തിട്ട് ഇത്തിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ആ മസാലയൊക്കെ ഒന്ന് വേവാനായിട്ട്. ഇപ്പോൾ കുറേ സമയം എടുത്താണ് ഞാൻ ഈ ചെറിയ തീയിൽ ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തത്. പക്ഷേ ഇത് മൊബൈലിൻ്റെ ഈ കളറിങ്ങിൻ്റെ കുഴപ്പമാണ്. പക്ഷേ നമ്മൾ നോർമലായിട്ട് കാണുവാണെങ്കിൽ സവാളയൊക്കെ ഒരു ഇത്തിരി ബ്രൗൺ കളർ പോലെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഞാനിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അത് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ആ
ചിക്കൻ ഇരുന്ന ആ പാത്രത്തിലേ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം, നമ്മൾ റോസ്റ്റ് ആകുമ്പം വെള്ളത്തിന് അധികം വേണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലാണിത് വെന്ത് വരുന്നത്. പിന്നെ എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നില്ല. ഈ മസാല ഇച്ചിരി ഒന്ന് കഴുകി ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നേ ഉള്ളേ. എന്നിട്ട് നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. പിന്നെ ഇച്ചിരി കൂടെ പൊടികൾ നമുക്ക് ചേർക്കണം. അപ്പോൾ ഞാൻ 1 കിലോയ്ക്ക് ഞാൻ 1/2 കിലോ സവാള എടുത്തു. അപ്പോൾ ഇത് അത്ര നിങ്ങളിത് മധുരം ഉണ്ടോയെന്ന്, മധുരം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. 1/2 കിലോ എടുത്തിട്ട് അത് പൊളിച്ച് വരുമ്പം ഒരു ഇച്ചിരിയും കൂടെ കുറയും, ഒരു 50 ഗ്രാമോ കാണും. ഇതെന്തുവാണെന്നറിയാമോ? ഇപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമല്ലേ, അപ്പം ഞങ്ങളുടെ ഈ ജനലിൻ്റെ ഇന്ന് 4th ഫ്ലോറായി. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു അവിടെ നമ്മുടെ ഗ്രില്ലിൻ്റെ അവിടെ അല്ല, വെളിയിൽ സിമെൻറ്റ് തേക്കണമെന്ന്. അപ്പം ജനലെല്ലാം അടയ്ക്കാൻ പറഞ്ഞു. ജനലെല്ലാം അടച്ച് വൈകുന്നേരം നോക്കിയാണെങ്കിൽ കാണാം സിമെൻറ്റ് ഇങ്ങോട്ട് അത്ര ഊക്കിലാണ് അവർ എറിയുന്നത്. എറിഞ്ഞ് ഞാനത് പിന്നെ റീച്ചാന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തതാണ്. അവന്മാർ അത്രയും ചെയ്താണ്ട് ഇവിടെ വരെ നോക്ക് എത്രമാത്രം ചെയ്തിട്ടാണ്. പിന്നെ ഞങ്ങൾ കംപ്ലൈൻ്റ് ഇട്ടു. ബാൽക്കണി മൊത്തം നമുക്ക് പണിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ അവർ പിറ്റേ ദിവസം വന്നത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ക്ലീൻ ചെയ്തെന്തോ നമുക്ക് ഒരു ഇതില്ല. പിന്നെ മുറിക്കകത്ത് വരെ ഇങ്ങനെ വീണമെന്നുള്ള എന്തോ ഏറിയേക്കുമായിരുന്നെന്ന് എനിക്കറിയത്തില്ല. ഇച്ചിരി സൂക്ഷിച്ചൊക്കെ ചെയ്യണ്ടേ, ബിൽഡിംഗ് പണിയാണെന്നും പറഞ്ഞ് റൂംകാർക്ക് ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കണോ? ഇനി എത്ര നാൾ എടുക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുമ്പട്ടേ തുടങ്ങിയ പണിയാണ്. 1 വർഷത്തിൽ കൂടുതൽ എടുക്കുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളമൊക്കെ എല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. ഇച്ചിരി ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ലാസ്റ്റിൽ ഇച്ചിരി ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ഒന്ന് വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നുണ്ട്. കാരണം ഇനിയും ലിക്വിഡൊന്നും ഇല്ലല്ലോ, കാരണം പഞ്ചസാര അവിടെ ഇവിടെയും കിടക്കും അല്ലെങ്കിൽ, അതുകൊണ്ടാണ് മിക്സ് ചെയ്ത് ഒഴിച്ചത്. എന്നിട്ട് അതൊരു ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. നമുക്കതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൈരൂടൊന്ന് ഉടച്ചെടുത്തായിരുന്നു ഒരു മോരുകറി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതുള്ളപ്പം ഇവിടെ മോരുകറി ഇവിടെ ഒരാൾക്ക് മെയിനാണല്ലോ. ഇവിടെ ഇവർക്കൊക്കെ ഇച്ചിരി കറി ഇല്ലാതൊക്കത്തില്ലല്ലേ. എനിക്കാണെങ്കിൽ ആ ഡ്രൈ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഇച്ചിരി മസാലയും ആ ഒരു 2 കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്ക് 1 പ്ലേറ്റ് ചോറുണ്ണാം. പിന്നെ വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല, ഇത് കൂട്ടി നമുക്കൊക്കെ കഴിക്കാം. പിന്നെ ഇവർക്കൊക്കെ ആണെങ്കിൽ കറി ഇല്ലാതൊക്കത്തില്ല. അപ്പോൾ ഞാൻ മോരിന് കടുകൂടെ ഒന്ന് ചേർക്കട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ ചെറിയ തീയിലിട്ടിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടി പിടിക്കാത്ത പാത്രമാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വെക്കും, അടി പിടിച്ചാൽ പ്രശ്നമായിപ്പോൾ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിൻ്റെ കൂടെയും എല്ലാം, അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കും. ഏതിൻ്റെ കൂടെ കഴിക്കണമെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഡാഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചയ്ക്ക് ഫാസ്റ്റിംഗ് ഞാൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഡാഡിക്ക് ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അപ്പം ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ചെറിയ കപ്പിലെല്ലാം എടുത്ത് ഇച്ചിരി വലിയ കപ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൂടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. അതിൻ്റെ ഒരു ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു മൂട്ടിൽ, അത് ഞാൻ കുടിച്ചു. പിന്നെ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നത് ചോറിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, അത് ഡാഡിക്ക് ഞാൻ രാത്രി കഴിക്കാനെടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.